നമസ്കാരം. ചിക്കു കുട്ട് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീടിൻ്റെ രണ്ടാമത്തെ പോർഷൻ വാർത്ത് കേട്ടോ. അതാണ് അപ്പം ഇങ്ങനെ ബണ്ടൊക്കെ കെട്ടി നമ്മൾ വെള്ളം നിറച്ചിട്ടേക്കാണ്. ഇനി 15 ദിവസം ഇങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കണം. നല്ല വെയിൽ, ഇടയ്ക്ക് മഴയുണ്ട്, അതുകൊണ്ട് വല്ലാതൊരു പ്രശ്നമില്ല. എന്നാലും 15 ദിവസം ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തണമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ പോർഷനും അങ്ങനെ 15 ദിവസം കെട്ടി നിർത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ മണൽ നമ്മളെ കുറച്ച് മണലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിച്ചിടാമെന്ന് വെച്ചു. കാരണം നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ കോണിക്കൂട് കെട്ടുന്നത് നമ്മുടെ റിസ്ക് കേട്ടോ. അത് കരാറിലില്ലാത്തതാണ്. സ്ട്രക്ചർ വർക്ക് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പണി നമ്മളെ റിസ്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് മണൽ അരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മണൽ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ താഴെ സൈഡിലാണ് മണലുള്ളത്. അപ്പോൾ അവിടുന്ന് മണലെടുത്തുകൊണ്ട് വന്ന് അരിച്ചു. അതിനാവശ്യമുള്ള മണൽ അരിക്കാമെന്ന് വിചാരിച്ചു. ചിക്കുവൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. പുറത്ത് അത് ഇതിൻ്റെ വാർപ്പിൻ്റെ ബാക്കി കുറച്ച് മണലും മെറ്റിലൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോണിക്കൂട്. ഇവിടെയാണ് നമ്മളെ റിസ്കിൽ വേണം കെട്ടാൻ. അപ്പം അതിനുള്ള മണലും ഒക്കെയാണ്. അപ്പം അത് ഞാൻ അരിച്ചതിന് ശേഷമുള്ളതാണ്. കാരണം ഇന്നലെ അരിച്ചു. കുറച്ച് കട്ട ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മളെ ഇവിടെ കുറച്ച് ഷെഡിൻ്റെ കട്ട കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ആ കട്ട ഇവിടെ ഇരുന്ന കട്ട തന്നെയാണത്. ഇവിടെ ഇരുന്ന് നമ്മളെ ഷെഡിൻ്റെ കട്ടയാണ്. ഇത് അവിടെ കൊണ്ടുപോയി വെച്ചു. ഷെഡ് പൊളിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ച് ഇനിയും ഇവിടുത്തെ ആവശ്യത്തിന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ഇവിടെ നട്ടിയിട്ട് ഇത് വെച്ച് വലിയ പഴക്കമില്ലാത്ത ഹോളോ ബ്രിക്സാണ്. അപ്പോൾ അത് വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചു. അത്രയും പൈസ കുറഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചു. പിന്നെ അത് വാർക്കുന്നില്ല, നമ്മൾ ഷീറ്റ് ഇടാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് മതി എന്നുള്ളൊരു കണക്കൂടലാണ്. അപ്പോൾ ഞാനത് ചെയ്തു. അന്നേരം ആ കട്ട പൊറുക്കിക്കൊണ്ടിരുന്ന് അത് പൊറുക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഒരു 100-150 കട്ടയുണ്ടല്ലേ? ഏകദേശം 150 കട്ടകളുണ്ട്. അപ്പോൾ ഇത് മതിയാവും ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കട്ട എടുത്ത് മേളിൽ വെക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തൽക്കാലം ഇങ്ങോട്ട് വെച്ചു. ഇനി ഇവിടെ നിന്ന് എടുത്ത് സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് വെക്കണം. സ്ലാബിൻ്റെ അങ്ങോട്ടെടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ലേശം ക്ഷീണിച്ചു പോയി. അവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട് മണലരിച്ച കമ്പിയാണത്. മണലരിച്ച കമ്പി അവിടെ കാണുന്നുണ്ട്. അപ്പോഴാണ് ആ നടക്കുന്ന സംഭവം ഞങ്ങൾ അറിഞ്ഞത്. ചെറുതേൻ്റെ ഒരു കൂടുണ്ട്. ഹോളോ ബ്രിക്സ് കട്ടകളിലേക്ക് അത് നമ്മൾ അന്ന് ഷെഡ് പൊളിച്ചപ്പോൾ തന്നെ ചെറിയ ഈച്ചകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ അവിടുന്ന് തേനായി മാറിയിട്ടുണ്ട്. കുറേ കുറച്ച് തേന കിട്ടി കേട്ടോ. അപ്പോൾ ആ രണ്ട് ഇതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ ഉണ്ടല്ലേ? ഈച്ച ചെറുതേനാണ്, ചെറിയ ഈച്ചയാണ്. അപ്പോൾ അതിൻ്റെ ചെറുതേനാണ് അല്ലേ? ഇതിന് കിലോയ്ക്ക് നല്ല വിലയുണ്ടല്ലേ? ഇവിടെ 1200 രൂപയോളം വില വരും ഒരു കിലോയ്ക്ക് നമ്മൾ വാങ്ങുമ്പോൾ. ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്നു. 1 കിലോ ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊരു 200 ഗ്രാം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഏകദേശം 200 ഗ്രാമോളം ഉണ്ടാവും. അപ്പോഴത്തേനും ചിക്കൊക്കെ ഓടി വന്നു. അന്ന് പിഴിഞ്ഞൊക്കെ എടുത്ത് ചിക്കൻ ഇഷ്ടപ്പെട്ടു. ഹണി ബീ സൂപ്പറായിരുന്നു ചിക്കൻ. അപ്പൊ ഏകദേശം നമുക്ക് ഇത്രയും തേൻ കിട്ടിയിട്ടുണ്ട്. അരിച്ചെടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചിക്കുമൊക്കെ ചെറുതാ മരുന്നൊക്കെ കൊടുക്കാനൊക്കെ എപ്പോഴും മരുന്നിനൊക്കെ ഉപയോഗിക്കാം. ഇരിക്കുകയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.